തൃശൂരിൽ വീണ്ടും ബി.ജെ.പി കിറ്റ് വിതരണം ചെയ്യുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ്. തൃശൂർ വാടനാപ്പള്ളിയിലെ ചാമ്പ്യൻ സൂപ്പർ മാർക്കറ്റിൽ കിറ്റ് സൂക്ഷിച്ചിരിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടിയതോടെ സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ബി.ജെ.പി കോൺഗ്രസ് പ്രവർത്തകർ ഏറെ നേരം നേർക്കുനേർ നിലയുറപ്പിച്ചു. ഇരുവിഭാഗവും മുദ്രാവാക്യം വിളികളുമായി സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. കിറ്റുകൾ ഉള്ളതായി ആരോപണമുയർന്ന ഗോഡൌണിലെ മുകളിലെ മുറിയിൽ നിന്നും ബി.ജെ.പി നേതാവും നടനുമായ ദേവൻ പുറത്തേക്ക് വന്നു. വിവാദ പരാമർശത്തിൽ ഉറച്ചുനിന്ന് ശ്രീലേഖ. താൻ DGP ആയിരുന്ന കാലത്ത് നിമിഷ ഫാത്തിമയുടെ കേസിലുൾപ്പെടെ ലവ് ജിഹാദിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നുവെന്നും ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ടാണ് മതപരിവർത്തനം നടക്കുന്നതെന്നും ശ്രീലേഖ ആരോപിച്ചു. വിവാഹം കഴിച്ച ശേഷം പെൺകുട്ടികളെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നതാണ് ലവ് ജിഹാദ് എന്ന് ശ്രീലേഖ പറഞ്ഞു. ലവ് ജിഹാദ് എന്ന വാക്ക് പലർക്കും അപ്രിയമാണെങ്കിലും യാഥാർത്ഥ്യം അതല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ആവേശക്കടലായി അമിത്ഷായുടെ റോഡ് ഷോ. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പര്യടനം തുടരുന്നു. ബേപ്പൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവിന്റെ പ്രചരണാർത്ഥം മാത്തോട്ടം മുതൽ നടുവട്ടം വരെ അമിത്ഷാ നടത്തിയ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അണിനിരുന്നത്. രാവിലെ 10 മണിക്ക് മാന്തോട്ടത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ വാദ്യമേളങ്ങളുടെയും കേരളീയ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് നടുവട്ടം പാൽ കമ്പനിക്ക് മുന്നിൽ സമാപിച്ചത്. സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിനൊപ്പം തുറന്ന വാഹനത്തിൽ അമിത്ഷാ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. ഓണത്തിനും ക്രിസ്മസിനും 2 സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുമെന്ന പ്രഖ്യാപനം. NDAക്ക് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. പാലക്കാട് കോങ്ങാട് മണ്ഡലത്തിലാണ് പ്രചരണത്തിനെത്തിയത്. സാമ്പത്തികമായി പിന്നോക്കമുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് 2500 രൂപ എല്ലാ മാസവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു. ഓണത്തിനും ക്രിസ്മസിനുമായി 2 സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകും. കോങ്ങാട് MLA ശാന്തകുമാരിയും പാലക്കാട് MP ശ്രീകണ്ഠനും മണ്ഡലത്തിനും ജനങ്ങൾക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി. മണ്ഡലത്തിലുള്ളവർക്ക് കുടിവെള്ളം പോലും കിട്ടുന്നില്ലെന്നും കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താത്ത MLA മണ്ഡലത്തിന് ആവശ്യമില്ലെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 4 ജില്ലകളിൽ ശക്തമായ മഴ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. നേരത്തെ ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പ്രവചിച്ചിരുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് ഈ 3 ജില്ലകൾക്ക് പുറമെ പാലക്കാടും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു.